ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുന്നത് സുപ്രീം കോടതി തടഞ്ഞു. പരാതി നൽകിയ നടിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും എതിർപ്പ് തള്ളിയാണ് ജസ്റ്റിസ് ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ നടപടി. 2 ആഴ്ചത്തേക്കാണ് സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞത്. സുപ്രീം കോടതി നടപടി സിദ്ദീഖിന് താൽക്കാലിക ആശ്വാസമാണ്. യുവനടിയുടെ പരാതിക്ക് ആധാരമായ സംഭവം നടന്നതായി പറയുന്നത് 8 വർഷം മുമ്പാണെന്ന് സിദ്ദീഖിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പരാതി നൽകാൻ താമസം വന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ഘട്ടത്തിൽ കോടതി ആരാഞ്ഞു. മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറാണ് പരാതി ഉന്നയിച്ച നടിക്ക് വേണ്ടി ഹാജരായത്. മുൻകൂർ ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തു. സംസ്ഥാന സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയയാണ് ഹാജരായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച SITക്ക് മുന്നിൽ 29 കേസുകളുണ്ട് എന്ന് സർക്കാരിന്റെ അഭിഭാഷക കോടതിയെ അറിയിച്ചു. എന്നാൽ അതിൽ ഒരു കേസ് മാത്രമാണ് സിദ്ദീഖിനെതിരെ ഉള്ളതെന്നും സിദ്ദീഖിന്റെ അഭിഭാഷകൻ റോത്തഗി ചൂണ്ടിക്കാട്ടി. 67 വയസ്സായി 365 സിനിമകളിൽ അഭിനയിച്ചു. സിദ്ദീഖ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും സിദ്ദീഖിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സിദ്ദീഖ് സിനിമാ രംഗത്തെ പ്രമുഖനാണെന്നും താരങ്ങളുടെ സംഘടനയിൽ നേതൃസ്ഥാനത്തുള്ളയാളാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിക്ക് പൂർണ്ണമായും തെറ്റുപറ്റിയെന്ന് സിദ്ദീഖ് ജസ്റ്റിസ് ബേലായം ത്രിവേദി അധ്യക്ഷയായ ബെഞ്ചിന് മുന്നിൽ ഉന്നയിച്ചതായാണ് വിവരം. പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാക്കാമോ എന്നതുൾപ്പെടെ നിരവധി നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ളതായിരുന്നു സിദ്ദീഖിന്റെ ഹർജി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.